നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഈ പേര് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഇതാരുടെയാ? 8 വർഷം മുമ്പ് വരെ അതിന്റെ ഉടമസ്ഥരായിരുന്നു ഞങ്ങള്. കൃത്യമായി പറഞ്ഞ ഞങ്ങളുടെ അച്ഛനെ ചതിച്ച അവന്തിക ഇതെല്ലാം സ്വന്തമാക്കുന്നവരെ. പിന്നീട് നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അവന്തിക അസോസിയേറ്റ്സ് ആയി മാറി. അതൊക്കെ വലിയൊരു കഥയാ. ഇതിലൊപ്പെടും. പേടിക്കണ്ട, അതിൽ മേറ്റതല്ല, ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചോളാം. ഈ നിമിഷം മുതൽ ഈ നെല്ലിശ്ശേരി വീടും നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസും അതുമായി ബന്ധപ്പെട്ട സകല സ്ഥാവര ജംഗമ വസ്തുക്കളും ഇപ്പോ ഈ അവന്തികയുടെ പേരില. ഇന്ന് വരെ നിങ്ങൾക്ക് അവകാശപ്പെട്ടതായി ഇവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നോ അതെല്ലാം ഇനി എന്റേതാ. അപ്പോ ഈ അവന്തിക എന്റെ ഏട്ടത്തിയായിരുന്നു. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സേതുവേട്ടന്റെ മരണം, അച്ഛൻ കുഞ്ഞുമായിട്ട് വീട് വിട്ടു പോയത് എല്ലാം ഞങ്ങളെ തകർത്ത് കളഞ്ഞു. മോളോട് നിർബന്ധിക്കേണ്ട കാര്യമില്ല. എന്നാലും കഴിയുമെങ്കിൽ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. അവരെന്റെ കൂടപ്പിറപ്പാ. പക്ഷേ ഈ കുടുംബത്തോട് എന്റെ ചേച്ചി ചെയ്ത ചതി എപ്പോഴും ഇവരെല്ലാം എന്നെ സ്നേഹം കൊണ്ട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് മുജ്ജന്മത്തില് ഞാൻ ചെയ്ത ഏതോ ഒരു സുഹൃതം കൊണ്ടാ. ഇവിടെയുള്ളവർക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. എന്റെ ചേച്ചി അത് മുതലെടുത്തു. ചേച്ചി ഒന്ന് മനസ്സ് വെച്ചാ ഈ സ്വത്തെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും. വക്കീൽ ഫീസ് തരാൻ ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ കേസ് ജയിച്ചാൽ വക്കീൽ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം ഞാൻ തരും. സച്ചിനെ അങ്ങനെയാണോ മനസ്സിലാക്കിയത്? ഇതുപോലുള്ള ബന്ധുക്കളൊന്നും എനിക്കാരും ഉണ്ടായിട്ടില്ല. സച്ചിക്ക് അറിയാലോ അതൊക്കെ. നിങ്ങളെയൊക്കെ പരിചയപ്പെട്ടപ്പോ, നിങ്ങളുടെയൊക്കെ കൂടെ നിൽക്കുമ്പോ എനിക്കും സ്നേഹിക്കാൻ ആരൊക്കെ ഉണ്ടെന്നുള്ളൊരു തോന്നല്, ഒരു കുടുംബം ഉണ്ടെന്നുള്ളൊരു തോന്നല്. വെറുതെ അതിന്റെ പിന്നാലെ പോയിട്ട് ഇനി അതൊരു പ്രശ്നമായിട്ട് മാറണോ? ഒരു വാളിന്റെ ഭീഷണി തലയ്ക്കു മുകളിലുണ്ടെങ്കിൽ അത് മാറ്റിക്കളയുന്നത് വരെ എനിക്കൊരു സമാധാനം ഇല്ല മൂർത്തി. എന്നാലും അർച്ചന കുഞ്ഞിനെയും കൊണ്ട് എങ്ങനെ ഗോകുൽ സാറിന്റെ ഭാര്യയായി ആ വീട്ടിലെത്തി? അത് തന്നെ എനിക്കും അറിയേണ്ടത്. ഗോകുലും കുടുംബവും ഇവിടേക്ക് സ്ഥലം മാറി വന്നിട്ട് അധികം ആയിട്ടില്ല. അത് അർച്ചന ഒരു മുൻ തീരുമാനത്തോടെ വന്നതാണോ അല്ലയോ എന്നാണ് എനിക്കും അറിയേണ്ടത്. പക്ഷെ ആ സച്ചി, അയാൾക്ക് ഗോകുലിനെ അറിയാമല്ലോ, പിന്നെങ്ങനെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മാഡം. അതാണ് അറിയേണ്ടത്. സച്ചി അവളുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഗോകുലിന് സച്ചിയെ അറിയുകയും ചെയ്യാം. എന്നിട്ടും സച്ചിക്ക് അറിയില്ല അർച്ചന ഗോകുലിന്റെ കൂടെയാണെന്ന്. പ്ലാൻഡ് ആയ ഒരു രഹസ്യമാണോ അതെന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതെന്നെ നേരിടാനുള്ള വരവ് തന്നെയാ. മൂർത്തി ഒരു കാര്യം ചെയ്യും. പോകുന്ന വഴിക്കുള്ള ആ പൂക്കടയിൽ വിളിച്ച് മനോഹരമായ പൂക്കൾ കൊണ്ടുള്ള ഒരു ബൊക്കെ ഉണ്ടാക്കാൻ പറയണം. പോകുന്ന വഴിക്ക് ഞാൻ വാങ്ങിക്കോളാം. ഒരുപാട് നാൾ കൂടി ഞാനും എന്റെ ശത്രുവും തമ്മിൽ നേർക്കുനേർ കാണുന്നതല്ലേ. എന്റെ വക അവൾക്കൊരു സമ്മാനം കൊണ്ട് വേണ്ടേ പോവാൻ. ചിപ്പിമോളെ, ആദ്യം മനസ്സിലായില്ലായിരുന്നു കേട്ടോ. കേറി വാ. ഗൗരിമോളെ,
ഇതാരാ വന്നിരിക്കുന്നത് നോക്കി. ചിപ്പി, ഹായ് ഗൗരി. ഗൗരിമോളെ, ഹൗ ആർ യു? ഓൾ ഗുഡ് ആന്റി. ഞാൻ നിങ്ങളെ കാത്തിരിക്കായിരുന്നു. ആണോ? ആ. എവിടെ മോളുടെ അമ്മ? സമൃദ്ധ മുകളിലുണ്ട്. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. മോളിങ്ങി വന്നേ. മോളുടെ അച്ഛനെവിടെ? ഇവിടെ ഇല്ല ആന്റി, ഹോസ്പിറ്റലിലെ രാജീവ് അങ്കിളിനടുത്താ. ഓ, ഒരു കണക്കിനത് നന്നായി. അമ്മേ, ദേ സമൃദ്ധ ആന്റി. എന്ത് ധൈര്യത്തിലാ നീ എന്റെ മുമ്പിലേക്ക് വന്നത്? ഞാൻ നിന്നെ തിരിച്ചറിയില്ലെന്നാണോ നീ വിചാരിച്ച? ഹലോ,